മലയാളത്തിന്റെ അനശ്വര കവി വൈലോപ്പള്ളിയുടെ 110ാം ജന്മദിനത്തിൽ കവിക്ക് സ്നേഹാദരമർപ്പിച്ച് വിദ്യാരംഗം കലാസാഹിത്യവേദി. ഇ.ടി. ക്ലബിന്റെ സഹകരണത്തോടെ ഉപജില്ലയിലെ അധ്യാപകർക്കായി കാവ്യാഞ്ജലി എന്ന പേരിൽ വൈലോപ്പള്ളി കവിതകളുടെ ആലാപന മത്സരവും സംഘടിപ്പിച്ചു. ലോക്ക്ഡൌണിന്റെ സാഹചര്യത്തിൽ ഓൺലൈനായാണ് മത്സരം നടന്നത്. അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴെ അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീർ. 4 മാസത്തിൻ മുമ്പിലേറെ നാൾ കൊതിച്ചിട്ട ബാലമാഗന്ധം പൂവിട്ടുണ്ണികൾ വിരിയവേ. മാതൃഹൃദയത്തിന്റെ നോവും വേവും വരികളിലൂടെ അനുവാചകന്റെ മനസ്സിൽ വരച്ചിട്ട മലയാളത്തിന്റെ അനശ്വര കവി വൈലോപ്പള്ളിയുടെ 110ാം ജന്മദിനത്തിൽ ബാലുശ്ശേരി ഉപജില്ല വിദ്യാരംഗം കലാ സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിലാണ് കവിക്ക് സ്നേഹാദരങ്ങൾ അർപ്പിച്ചത്. എഡ്യൂക്കേഷണൽ ടെക്നോളജി ക്ലബ്ബുമായി ചേർന്നാണ് ഉപജില്ലയിലെ അധ്യാപകർക്കായി കാവ്യാഞ്ജലി എന്ന പേരിൽ ഓൺലൈൻ കാവ്യാലാപന മത്സരം സംഘടിപ്പിച്ചത്. ലോക്ക്ഡൌൺ കാലത്ത് കവിയെ അനുസ്മരിക്കുന്നതോടൊപ്പം അധ്യാപകരുടെ സർഗാത്മകമായ കഴിവുകളെ പ്രകടിപ്പിക്കാനുള്ള അവസരം കൂടിയായി ഇത് മാറിയെന്ന് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എം രഘുനാഥ് പറഞ്ഞു. ഈ ലോക്ക്ഡൌൺ കാലത്ത് അധ്യാപകരുടെ സർഗാത്മകമായ കഴിവുകളെ പ്രകടിപ്പിക്കാനുള്ള അവസരം കൊടുക്കുന്നത് വഴി വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് സംഘാടകർ ചെയ്തത്. ഈ മത്സരത്തിന്റെ സംഘാടകരെയും മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ അധ്യാപകരെയും അഭിനന്ദിക്കുകയാണ്. വൈലോപ്പള്ളി ഇന്ന് ഈ കാലത്ത് വൈലോപ്പള്ളിയുടെ കവിതകൾ വളരെയേറെ പ്രസക്തമാണ്. ഉപജില്ലയിലെ നിരവധി അധ്യാപകർ അവരുടെ ആലാപന ചാരുതയിലൂടെ വൈലോപ്പള്ളിയുടെ കവിതകൾ അവതരിപ്പിച്ചു. അവരവരുടെ വീടുകളിൽ നിന്നും മൊബൈലിലൂടെ റെക്കോർഡ് ചെയ്താണ് അധ്യാപകർ മത്സരത്തിൽ പങ്കെടുത്തത്. പണ്ടു പിതാമഹ കാട്ടിൻ നടുവിൽ ചിന്തകളുരസിടുമക്കാലം വന്നു പിറന്നിതു ചെന്നിനമോലും വാളു കണക്കൊരു തീനാളം. അതു നല്ലത് പക്ഷേ വിഹരിപ്പിതീ വെയിലിൽ പുതുമെട്ടാളൻ കുഞ്ഞുപോലെ കുട്ടിക്കാലം വാടാതെയുണ്ടെന്നുള്ളിൽ പണ്ടുകാലത്തിൻ നീണ്ട ചൂടാണ്ട മാസം. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എം രഘുനാഥൻ, രാമകൃഷ്ണൻ മുണ്ടക്കര, PM സോമൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ബാലുശ്ശേരി.